ഇന്ന് അഫാന്റെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. വളരെ വേഗം നമുക്ക് പുതിയ കാര്യങ്ങൾ മാത്രം ഒന്ന് പരിശോധിക്കാം. കൂട്ട ആത്മഹത്യക്ക് നേരത്തെ തന്നെ തീരുമാനിച്ചു എന്നാണ് അഫാൻ ഇന്ന് പോലീസുകാരോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കൊലപാതകം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഷമിയുമായി കൂട്ടക്കൊലപാതകത്തിന്റെ സാധ്യതയെക്കുറിച്ച് ആലോചിച്ചു. കാരണം വലിയ കടബാധ്യതയായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. ആ കടബാധ്യതയും കുടുംബത്തേക്ക് ആളുകൾ വന്ന് കടം ചോദിക്കുന്നതും തങ്ങൾക്ക് വലിയ ഇൻസൾട്ടായി തോന്നുകയും ആ പരിഹാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ട ആത്മഹത്യ ചെയ്യാം എന്ന് കുടുംബം തീരുമാനിച്ചു എന്നാണ് അഫാൻ പറയുന്നത്. ആത്മഹത്യ ചെയ്യുന്ന കാര്യം ഫർസാനെ അറിയിക്കുകയും ചെയ്തുവെന്ന് അഫാൻ മൊഴിയിൽ പറയുന്നുണ്ട്. 2 ദിവസം മുമ്പ് വീട്ടിലെത്തിച്ച് ഈ കാര്യം ഫർസാനയോടും പറഞ്ഞു. കുടുംബം വലിയ കടബാധ്യതയിലാണെന്നും ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും നമ്മളെല്ലാവരും ജീവിതം ഒടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും ഫർസാനയും അതിൽ കൂട്ടാൻ പോവുകയാണെന്നും അറിയിച്ചു. ഒപ്പം മരിക്കണമെന്ന് ഫർസാനയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഫർസാന അത് എതിർത്തു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. അതിനുശേഷം ഫർസാന പിണങ്ങി വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ആരെങ്കിലും രക്ഷപ്പെട്ടാലോ എന്ന് കരുതിയാണ് കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുത്തത് എന്നാണ് അഫാൻ പറയുന്നത്. അത് അഫാൻ പറയുമ്പോൾ ഷെമിയെയും മകനെയും ഇളയ അനുജനെയും ഫർസാനെയും കൊലപ്പെടുത്തിയത് കൂട്ടാത്മഹത്യയുടെ ഭാഗമായിട്ടാണെന്നാണ്. എന്നാൽ നോക്കൂ, മാതാവിനെ ആദ്യം കൊലപ്പെടുത്താൻ വേണ്ടി ഷോള് മുറുക്കി കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും അതിൽ വിജയിച്ചില്ല. ആ ഷാൾ ചുറ്റി ശ്വാസം മുട്ടിച്ചു. ആ ശ്വാസം മുട്ടിച്ചതിനു ശേഷം ഒരു പണമിടപാട് സ്ഥാപനത്തിലെത്തി താൻ സ്വർണം പണയം വായ്പയായിട്ട് എത്തിക്കാമെന്നും അതിനുവേണ്ടി 1400 രൂപ മുൻകൂറായി നൽകണമെന്നും ആവശ്യപ്പെട്ടു. ആ സ്വകാര്യ പണമിടപാട് സ്ഥാപനം മുൻകൂറായി 1400 രൂപ അഫാന് നൽകുകയും ചെയ്തു. ആ 1400 രൂപ ഉപയോഗിച്ച് വെഞ്ഞാറമൂട്ടിൽ പോയി ബാഗും ചുറ്റികയും എലിവിഷവും അഫാൻ വാങ്ങി. അതിനുശേഷം വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് അഫാന്റെ മാതാവ് ഷമീം മരിച്ചിട്ടില്ല. ഷമീമിനെ ആ സമയത്ത് ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു വീഴ്ത്തുകയാണ് ഉണ്ടായത് എന്നാണ് അഫാൻ മൊഴി നൽകിയിരിക്കുന്നത്. ഇന്ന് ആ ഷമീം മൊഴി നൽകിയിരിക്കുന്നത് ഞാൻ കട്ടിലിൽ നിന്ന് താഴേക്ക് വീണപ്പോൾ തലയിടിച്ചു വീണാണ് എന്നാണ്. അതായത് ഇതൊരു കൂട്ടക്കൊലപാതകത്തിൻ്റെ ഒരുമിച്ചെടുത്ത തീരുമാനമായി അഫാൻ പറയുമ്പോൾ ഷമീം അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷേ ഷമീം ഇതുവരെയും ഈ മരണവാർത്ത അറിഞ്ഞിട്ടില്ല. ഈ കൂട്ടക്കൊലപാതകത്തിൻ്റെ വാർത്ത ഷമീം അറിയാത്തതുകൊണ്ട് ഷമീം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കട്ടിലിൽ നിന്ന് വീണപ്പോൾ പരിക്കേറ്റു എന്നാണ്. റഹീമിനോട് പോലും ഷമീം ആവർത്തിക്കുന്നത് ഞാൻ കട്ടിലിൽ നിന്ന് വീണപ്പോൾ പരിക്കേറ്റു എന്നാണ്. മകനെ അപ്പോഴും പോലീസിന് മുന്നിൽ എത്തിക്കാൻ ഷമീം തയ്യാറാകുന്നില്ല. പക്ഷേ ഈ കൂട്ടക്കൊലയുടെ വിവരമോ ഇളയ മകൻ മരിച്ച വിവരമോ ഷമീം ഇതുവരെയും അറിഞ്ഞിട്ടുമില്ല.